ഷോൺ ജോർജ്, ഈ അന്വേഷണം പിണറായി വിജയനെതിരെയുള്ള അന്വേഷണമാണോ? ഇപ്പോൾ താങ്കൾ എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്ന ആളാണല്ലോ. പിണറായി വിജയനെതിരെയുള്ള അന്വേഷണമാണോ അതോ SFIO അന്വേഷിക്കുന്ന വീണ തൈക്കണ്ടിയിലും ഈ CMRL കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച അന്വേഷണമാണോ? അതാണെങ്കിൽ 1,72,00,000 രൂപയാണ് ഈ സേവന ഇനത്തിൽ സേവനം കൊടുക്കാതെ എന്ന് നേരത്തെ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ ആ വിഷയം, അത് മാത്രമാണോ അന്വേഷിക്കപ്പെടുന്നത്? ഇനി പിണറായി വിജയൻ അന്വേഷിക്കപ്പെടണമെങ്കിൽ അതിന് കാരണങ്ങൾ ഉണ്ടാകണമല്ലോ. പിണറായി വിജയൻ അന്വേഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ മറ്റ് ഈ കർത്തായുടെ ഡയറിയിൽ പേരുള്ള മറ്റനേകം നേതാക്കളുണ്ട്. അതിൽ ഇപ്പോൾ കേരളം ഭരിക്കുന്ന നേതാക്കളടക്കം വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുപാട് പേരുണ്ട്. പിണറായി വിജയൻ അന്വേഷിക്കപ്പെടുകയാണെങ്കിൽ ഇവരെല്ലാം അന്വേഷിക്കപ്പെടണ്ടേ? അങ്ങനെ അതിന്റെ വാസ്റ്റായ ആർക്കൊക്കെ 10 കൊല്ലം കൊണ്ട് ശശിധരൻ കർത്ത പണം നൽകിയിട്ടുണ്ട്, ആ പണത്തിന്റെ വേറെ ബോർഡ്സ് എന്താണ്, അങ്ങനെ സമൂലമായി അന്വേഷിച്ചു പോവുകയാണ്. ഈ അന്വേഷണം ആർക്കെതിരെയുള്ള അന്വേഷണമാണ്? എനിക്ക് ഇത് പറഞ്ഞു തീർക്കാനുള്ള സമയം തരണം. ഒന്ന്, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് P. ജയരാജൻ സഖാവ്. അദ്ദേഹത്തിന് പിണറായി വിജയനെ ന്യായീകരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് ഞാൻ അങ്ങേറ്റം ദുഃഖത്തോടുകൂടി കാണുന്നു. കാരണം അദ്ദേഹത്തിന് ഇതെല്ലാം ബോധ്യമുള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒന്ന്, പിണറായി വിജയന് വീണ വിജയന് പണം കൊടുത്ത CMRL കമ്പനിക്ക് കുഴപ്പമില്ല, വീണ വിജയനും കുഴപ്പമില്ല, പിന്നെ ആർക്കാണ് കുഴപ്പം? അത് അദ്ദേഹം ചോദിച്ചു. എനിക്കാണ് കുഴപ്പം. എനിക്ക് വേറൊന്നുമല്ല. ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് CMRL എന്ന് പറയുന്നത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അതിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അത് വീണ വിജയനും അല്ലെങ്കിൽ CMRL കമ്പനിയും കൂടെ സൗകര്യമുള്ളത് കാണിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനെ എല്ലാ വർഷവും അതിന് കൃത്യമായ ഓഡിറ്റിംഗ് നടത്തി ലാഭനഷ്ട കണക്കുകൾ പ്രസിദ്ധീകരിച്ച് അത് സെബിയുടെ നിയമപ്രകാരം, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിയമപ്രകാരം കൃത്യമായ ലാഭവിഹിതം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അതിൽ വെറും 2 ഷെയറേ ഉള്ളെങ്കിലും ഞാനും ഒരു ഷെയർ ഹോൾഡറാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചതിൽ കാര്യമുണ്ട്, എനിക്കും കാര്യമുണ്ട്. മാത്രമല്ല 13.14% ഈ CMRL കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. അത് അങ്ങേക്ക് അറിയില്ല എങ്കിൽ പറഞ്ഞു തരുന്നു. ഇതിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന് കൂടി ഉടമസ്ഥയിലുള്ള 13% സംസ്ഥാന സർക്കാരിന് ഷെയർ ഉള്ള ഒരു കമ്പനിയിൽ നിന്നാണ് വീണ വിജയൻ ഈ പണം അനധികൃതമായി കൈപ്പറ്റിയിട്ടുള്ളത്. അത് കൈപ്പറ്റിയതിൻ്റെ കാര്യം ഇപ്പോൾ രണ്ടാമത് അഭിലാഷ് ചോദിച്ച ചോദ്യം എന്താണ്? ഇത് പിണറായി വിജയനെതിരെയുള്ള അന്വേഷണമാണോ? ഒരിക്കലുമല്ല. ഇത് CMRL കമ്പനിയിൽ നടന്നിട്ടുള്ള ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും ആ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ പുറത്തു വന്ന രേഖകൾ പ്രകാരം വീണ 1,72,00,000 രൂപ കൈപ്പറ്റി എന്നുള്ള ഒരു നിഗമനം വരുന്നു. അത് അവിടെ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് നടത്തിയ ചോദ്യം ചെയ്യലിൽ വീണയുടെ കമ്പനിയും അതുപോലെ CMRL കമ്പനി ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പറഞ്ഞു, ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ വീണയുടെ കമ്പനിയിൽ നിന്നും ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു മൊഴി വന്ന സാഹചര്യത്തിൽ ഈ പണം പിണറായി വിജയന് വേണ്ടി കൈക്കൂലിയായി ലഭിച്ച പണമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പോൾ SFIO ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി സെക്ഷൻ 447 അനുസരിച്ച്, കമ്പനീസ് ആക്ട് സെക്ഷൻ 447 അനുസരിച്ച് ഒരു ഗുരുതരമായ തെറ്റ് വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കും വീണ വിജയനും ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും വീണ വിജയനെ പ്രതിയാക്കി എറണാകുളം ജില്ലാ കോടതി 7 SFIO സ്പെഷ്യൽ കോർട്ടിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുറ്റപത്രത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസ് അന്വേഷിക്കേണ്ടതാണ്, അല്ലെങ്കിൽ PMLA ആക്ട് പ്രകാരം ഈ കേസ് അന്വേഷിക്കേണ്ടതാണ് എന്ന ഉത്തരവിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ED അവർക്കെതിരെ നോട്ടീസ് അയച്ചു. ഇപ്പോൾ സഖാവ് പറഞ്ഞോളാം, നോട്ടീസ് അയച്ചു. ആ നോട്ടീസുമായി കേരള ഹൈക്കോടതിയിൽ വന്ന ആ നോട്ടീസിനെ ചലഞ്ച് ചെയ്യുകയും ആ EDയുടെ അന്വേഷണത്തെ സ്റ്റേ ചെയ്യുകയും ചെയ്തു. ആ സ്റ്റേ ആണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹർജി തള്ളിയത്. ആ തള്ളിയ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പറഞ്ഞു. അങ്ങ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അവിടെ സെർച്ചിന് പോയി, ഒന്നും കിട്ടിയില്ല. സെർച്ച് എന്ന് പറയുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കുക, അതൊരു പ്രൊസീജിയറാണ്. സ്വാഭാവികമായിട്ടും കോടതി ചെന്നപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്തോ, സെർച്ച് ചെയ്ത് എന്തെങ്കിലും കിട്ടിയോ? ഞാനൊരു കാര്യം പറഞ്ഞത്, കഴിഞ്ഞ 2 വർഷക്കാലമായി പിണറായി വിജയൻ അങ്ങ് പറഞ്ഞ പോലെ അജേയനായ നേതാവാണ്. എത്രയോ കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടക്കി ഭരിക്കുന്ന നേതാവാണ്. 10 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നേതാവാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അന്വേഷണം പുറകിൽ നടക്കുന്നുണ്ട്. ഏതു സമയവും ഒരു റെയ്ഡ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ CBIയുടെയോ റെയ്ഡ് പ്രതീക്ഷിക്കാൻ അദ്ദേഹം തുടങ്ങിയിട്ട് ഞാനാണെങ്കിൽ പ്രതീക്ഷിക്കും. അദ്ദേഹത്തിന് അതിനുള്ള ബോധമുണ്ടെന്ന് തന്നെ വിധിച്ചു. സ്വാഭാവികമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും CBIയുടെയും റെയ്ഡ്
നടക്കും എന്ന് ബോധമില്ലാത്ത ആളൊന്നുമല്ല പിണറായി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും, അതും അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്നും, റിയാസിന്റെ വീട്ടിൽ നിന്നും, മിനിങ്ങാന്ന് പിണറായി വിജയൻ താമസം മാറ്റിയ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയാണ് ഇ ഡി റെയ്ഡ് ചെയ്തതെന്ന് പറയാൻ ഇ ഡിയും പൊട്ടന്മാരല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വാഭാവികമായും റെയ്ഡ് എന്ന് പറയുന്നൊരു പ്രൊസീജിയറാണ്. ഇനി ഇവർ പിന്നെ റെയ്ഡ് നടത്തിയ 12ഓളം സ്ഥലങ്ങളിലാണെന്നാണ് പറയുന്നത്. ബാക്കി സ്ഥലങ്ങൾ എനിക്കറിയില്ല. പക്ഷേ അത്തരം സ്ഥലങ്ങളിൽ നിന്നും ഒന്നും കിട്ടിയില്ല, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒന്നും കിട്ടിയില്ല എന്ന് പറയാൻ അങ്ങയുടെ കയ്യിലും തെളിവുകളില്ലാത്തത് കൊണ്ട് ഇ ഡിയുടെ റെയ്ഡിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ SFIയുടെ എൻക്വയറി തന്നെ, SFIയുടെ എൻക്വയറി റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. 1,72,00,000 രൂപയല്ല ഈ നിമിഷം വരെയും ഏറെക്കുറെ വീണ വിജയൻ കൈപ്പറ്റിയിട്ടുള്ളത് 2,72,100,000 രൂപയാണ്. ഇതാണ് ആ റിപ്പോർട്ട്. 2,72,100,000 രൂപ വീണ വിജയൻ കൈപ്പറ്റിയിട്ടുണ്ട് വളരെ കൃത്യമായി. അത് 2021 വരെയുള്ള കണക്കാണ്. ഏറ്റവും രസകരമായ കാര്യം, ഈ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ റെയ്ഡിന് ശേഷവും 2020-21 കാലഘട്ടത്തിൽ 10 ലക്ഷം രൂപ വീണ വിജയൻ്റെ കമ്പനി കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് മാത്രമല്ല, ഇനി വേറെയും പറയാം. ഇപ്പോൾ ഈ പറയുന്ന CMRLൻ്റെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്നും, അവരുടെ ഒരു ഫിനാൻസ് കമ്പനിയുണ്ട്, ഒരു നോൺ ഫിനാൻസിങ് NBFC, ഒരു NBFC കമ്പനി ഉണ്ടായിരുന്നു, അത് അടച്ചുപൂട്ടി. ആ കമ്പനിയിൽ നിന്നും വീണ വിജയൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് 56 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, ഞങ്ങൾക്ക് ആർക്കും ഇടപെടേണ്ട കാര്യമില്ല, അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഈ പണമൊക്കെ ഇത്രയും ദരിദ്രനായ സുതാര്യമായ ജീവിതം നയിക്കുന്ന കഴിഞ്ഞ 10-60 വർഷക്കാലമായി പിണറായി വിജയന് തുറന്ന പുസ്തകമായ പിണറായി വിജയൻ ഈ പണമൊക്കെ എന്തു ചെയ്തു? ഇതൊക്കെ സഖാക്കൾക്ക് വിതരണം ചെയ്തോ അതോ പാർട്ടിക്ക് തന്നോ? ഈ പണം എന്തു ചെയ്തു എന്നൊക്കെ സഖാവ് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് എന്നുള്ള ചെറിയ അഭിപ്രായം പങ്കുവെക്കും. ശരി.